കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതുപോലുള്ള ഈ കാണുന്ന ആളുകൾക്ക് അത്യാവശ്യം ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറ്. ഇപ്പം കൂടുതൽ ആൾക്കാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇൻ്റർനെറ്റിൻ്റെ പരിപാടികൾ. പ്രത്യേകിച്ച് അതിൽ പ്രധാനിയാണ് ജിയോൻ്റെ എയർ ഫൈബർ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം 50 ഡേ ഫ്രീ കണക്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. പല ആളുകൾക്കും വാട്സപ്പിൽ കാര്യങ്ങളൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, പല സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇതെടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. എല്ലാ ഏരിയകളിലും 50 ഡേ ഫ്രീ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇത് ഫ്രീ തന്നെയാണ്, ഒരു രൂപ കയ്യിൽ നിന്ന് പോവാതെ കിട്ടുമെന്നാണ് പലരും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഭൂരിപക്ഷ ആളുകൾ ചിന്തിക്കുന്നത് ഇത് വെറും 1 രൂപ കൊടുക്കാതെ കണക്ഷൻ കിട്ടുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ ഈ ഫ്രീ കണക്ഷൻ ഫ്രീ അല്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എത്രയോ മെസ്സേജുകളാണ് പല വെബ്സൈറ്റുകളിലും പല സോഷ്യൽ മീഡിയ സൈറ്റുകളിലൊക്കെ ഈ ഒരു 50 ഡേ ഫ്രീ ജിയോ എയർ ഫൈബർ എന്ന് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്. ഞാൻ പലർക്കും മെസ്സേജ് അയച്ച് മടുത്തിട്ടുണ്ട്. കാരണം അവരോട് ഇത് പറയണ്ട, ഇത് ഫ്രീ അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് ചിലവാകുന്നത് ആദ്യം 600 രൂപയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 മാസം ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചത് 1 രൂപ ഇല്ല എന്നാണ്. അപ്പോൾ അവിടെ 600 രൂപ വന്ന് 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാസത്തെ കണക്ഷനാണ് അവർ പറയുന്നത്. 2 മാസം ഫ്രീ കണക്ഷനാണ് പറയുന്നത്. 50 ഡേ ആണ്. പക്ഷേ ഇപ്പോൾ അത് നിലവിൽ 2 മാസമായിട്ടുണ്ട്. അപ്പം ആ 2 മാസത്തെ കണക്ഷനാണ്. 50 ഡേ എന്നുള്ള ഒരു പരസ്യമാണ് പല സ്ഥലത്തും കാണുക. പക്ഷേ 2 മാസമാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ 600 രൂപ നിങ്ങൾക്ക് ആദ്യം കയ്യിൽ നിന്ന് പോകും. പിന്നെ ടെക്നീഷ്യൻ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ചാർജ് കൊടുക്കേണ്ടി വരും. പക്ഷേ അത് കമ്പനി പറയുന്നില്ല ഇൻസ്റ്റാളേഷൻ ചാർജ് കൊടുക്കാൻ വേണ്ടി. പക്ഷേ ഈ ഒരു പോകുന്ന ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന ചാർജ് ശരിക്കും മതിയാവുന്നില്ല. അവർ ട്രാവലിംഗ് ചാർജ് 2.5 മണിക്കൂറിൻ്റെ മുകളിലൊക്കെ എടുക്കുന്നുണ്ട് ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ഈ കണക്ഷൻ 50 ഡേ അല്ലെ 60 ദിവസം കിട്ടുന്ന ഈ കണക്ഷന് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു കണ്ടീഷൻ കൂടി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് നോക്കിയാൽ ടവർ കാണണം, ജിയോൻ്റെ ടവർ തന്നെ കാണണം. ഈ ജിയോൻ്റെ ടവറൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗ്ഗം എന്നൊക്കെ പറയുമ്പോൾ ഈ രാത്രി കാലങ്ങളിൽ ടവറിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഈ ജിയോൻ്റെ ടവറിന് ഒരു ലൈറ്റ് ഉണ്ടാവും, പച്ച കളറായിരിക്കും ജിയോൻ്റെ ടവറിൻ്റെ മുകളിലുണ്ടാവുക. അങ്ങനെയാണ് ജിയോൻ്റെ ടവറാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ അത് 5G ആണോ 4G ആണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ 5G ടവർ നിങ്ങളെ 400 മീറ്റർ അകലെ അടുത്ത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ചെയ്യാൻ സാധിക്കൂ. അടുത്ത കാര്യം, ഈ ഒരു കണക്ഷൻ കിട്ടേണ്ട അടുത്തൊരു പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടവർ നിങ്ങളെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഒരു എൻ്റെ കമൻറ്റിൽ മാറവെന്നായി പോയിട്ടുണ്ടാവും, ക്ഷമിക്കണം, ഞാൻ ടൈപ്പ് ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ഞാൻ ഉദ്ദേശിച്ചത് മറവാണ്. മറവുമില്ലാതെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടവറിൻ്റെ ഒരു 60% ഭാഗം അല്ല മുകളിലുള്ള ആ ഒരു സ്പെക്ട്രവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു മറവ് ഉണ്ടാണ്ട്, ഒരു മരങ്ങൾ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല, ഓല അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. സ്ട്രൈറ്റ് കാണണം. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഓഫർ ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ ആ ടെക്നീഷ്യനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ടവർ നോക്കിയാൽ കാണുന്നില്ല, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ജിയോൻ്റെ സാധാ ഫൈബർ, ഓപ്റ്റിക്കൽ ഫൈബറല്ല, ജിയോൻ്റെ എയർ ഫൈബർ പ്ലസ്സും ഉണ്ട്, ജിയോയുടെ തന്നെ ഫൈബറുണ്ട്. എന്ന് പറഞ്ഞാൽ എയർ ഫൈബർ തന്നെ 2 ഓപ്ഷനുണ്ട്. എയർ ഫൈബർ പ്ലസ് എന്നാണ് ഈ UBR ഈ പുതിയ സിസ്റ്റത്തിന് പറയുക. ഈ ഓഫർ കിട്ടുന്നതിന് സാധാ ഫൈബറുണ്ട്. അപ്പോൾ സാധാ ഫൈബർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂട്ടുകാരൻ തൊട്ടടുത്ത വീട്ടിൽ വലിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ മുകളിലെ ഓഡിയോ എന്ന് പറയും, ആൻറ്റിന റേഞ്ച് പിടിക്കുന്ന, അതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വയർ വലിക്കാൻ പറ്റുന്ന ഒരു വീടാണ് തൊട്ടടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടവർ കാണാതെ തന്നെ നിങ്ങൾക്ക് ഈ 600 രൂപയുടെ ഓഫർ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഒരു ഓഫർ കൂടെ ജിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടാൻ ജിയോ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ജിയോൻ്റെ സിം ഉപയോഗിക്കണം, ആരെങ്കിലും ആ ഉപയോഗിക്കുന്ന പ്ലാന് സാധാ ചെറിയ പ്ലാനൊന്നും ആവാൻ പാടില്ല. 299 or 349 അൺലിമിറ്റഡ് പ്ലാൻ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ഒരു ഓഫർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലിങ്ക് ഉണ്ട്. ഈ ഒരു ഓഫർ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഈ ഒരു സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ജിയോൻ്റെ സിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ നമ്പർ, പേര്, വീട്ടുപേരൊന്ന് എൻ്റെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് വിട്ടാൽ, വാട്സപ്പിൽ തന്നെ ടൈപ്പ് ചെയ്ത് വിട്ടാൽ ഞാൻ നിങ്ങൾക്ക് 3 OTP അയക്കും. 1, 2, മൂന്നാമത്തെ OTPയിലൂടെ നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ 1200 പ്ലസ് ഇൻസ്റ്റാളേഷൻ ചാർജാണ് ടെക്നീഷ്യന്മാർ വാങ്ങുന്നത്. അതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പം ഈ ഒരു ഓഫർ അങ്ങനെ വേണേൽ ചെക്ക് ചെയ്യാം. അപ്പം 299 349 ഓഫറുള്ള ആളുകൾക്കാണ് ഈ ഒരു ഓഫർ കമ്പനി കൊടുക്കുന്നത്.
പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഓഫർ ഇല്ലെങ്കിൽ കൂടെ ചില ജിയോൻ്റെ സ്റ്റോറുകളിൽ നിന്ന് അവിടെ ഓഫർ കണക്ഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന സ്റ്റാഫുകളുണ്ട്. അവരെ കയ്യിലുള്ള ഈ വൗച്ചറുകൾ അവർ സൂക്ഷിച്ച് വെച്ച പല വൗച്ചേഴ്സ് ഉണ്ട്. പല കസ്റ്റമേഴ്സിന് ഇത് ആവശ്യമില്ലാത്ത ആളുകളെ വൗച്ചറൊക്കെ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് കിട്ടാൻ സാധ്യതയില്ലാത്ത കസ്റ്റമേഴ്സിന് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയും ഒരുപാട് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വൗച്ചർ ഇല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റോറിൽ സംസാരിച്ചാൽ ചിലപ്പം വൗച്ചർ കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കണക്ഷൻ നമുക്ക് കിട്ടിയെന്ന് കൂടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം 30 Mbps സ്പീഡായിരിക്കും. 30 Mbps സ്പീഡ് എന്ന് പറയുമ്പോൾ പല ആളുകൾ 160 ഉപയോഗിക്കുന്ന ആൾക്കാർ തീരെ മോശമൊന്നുമല്ല. 30 Mbps സ്പീഡ് 30 പോലെ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ അവർ അപ്ലോഡിങ് സ്പീഡ് പറയുന്നില്ല. അപ്ലോഡിങ് 30 കിട്ടുന്നൊന്നും കമ്പനി പറയുന്നില്ല. അത് ചിലപ്പോൾ 5 ആവാം, 10 ആവാം, ചിലപ്പോൾ 30 ആവാം, ചിലപ്പോൾ 2 ആവാം. പക്ഷേ ഡൗൺലോഡിങ് സ്പീഡാണ് അവർ കമ്പനി പറയുന്നത്. അത് മിക്കവാറും 27, 28, 29 സ്പീഡ് എന്തായാലും കിട്ടും. ചിലപ്പോൾ 31 വരെ കിട്ടിയെന്ന് വരാം. പിന്നെ 1000 GB ആണ് മാസത്തേക്ക് കിട്ടുക. ഓരോ മാസം വരുമ്പം 2 മാസത്തേക്ക് ആകുമ്പോൾ 2000 GB, മാസം 1000 GB ആകും അപ്ഡേറ്റ് ആകും. 11 OTT, പിന്നെ 950 ചാനൽ, ഏതാണ്ട് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ചാനലും ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, OTT ഏതൊക്കെയാണെന്ന് സംശയം ഉണ്ടാവും. ഇതിൽ ഈ പറഞ്ഞ പ്ലാനിൽ മലയാളത്തിൽ നിന്ന് ജിയോ ഹോട്ട്സ്റ്റാർ, സോണി, സൺ നെക്സ്റ്റ്, C5 ഈ 4 OTT മാത്രമേ ഈ 11 എണ്ണത്തിൽ പെട്ടിട്ടുള്ളൂ. ഇതിൽ മറ്റുള്ള ഡിസ്കവറി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വേറെ ജിയോൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. നെറ്റ്ഫ്ലിക്സും പ്രൈമും വരുന്നത് വലിയ പ്ലാനിലാണ്. 1049 രൂപ മാസം വരുന്ന പ്ലാനിലാണ്. പിന്നീട് കൂടുതലും കസ്റ്റമേഴ്സ് വിളിക്കുന്ന, എൻ്റെ സബ്സ്ക്രൈബർമാർ വിളിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം, ഈ 2 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് എത്രയാണ് അടക്കേണ്ടതെന്നാണ്. പല ടെക്നീഷ്യന്മാരും പറഞ്ഞു പോകുന്നത് 599 മാത്രമേ പറയുന്നുള്ളൂ. പല കസ്റ്റമേഴ്സും എന്നെ വിളിക്കുമ്പോൾ 599 പറഞ്ഞിട്ട് വരുന്ന ബില്ല് 700 മുകളിലാണൊക്കെയാണല്ലോ. ചില ഏരിയകളിൽ ചില കസ്റ്റമേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ 599 എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടുമ്പോൾ ലാഭമാണെന്ന് കസ്റ്റമറും വിചാരിക്കും, ആരും വിചാരിക്കും. അപ്പോൾ 590 പ്ലസ് GST ഉള്ള കാര്യം പല ടെക്നീഷ്യന്മാർ എല്ലാ സ്റ്റാഫുകൾ പറയുന്നില്ല. കണക്ഷൻ എടുപ്പിച്ച് പറ്റിക്കുന്നുണ്ട് ചില കസ്റ്റമേഴ്സിന്. അപ്പോൾ അത് GST പ്ലസ് 706 രൂപയാണ് മാസം വരിക. അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കണക്ഷൻ എടുത്ത ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയായിരിക്കും. ഈ ചില ഏരിയകളിൽ പോയാൽ ചില ടെക്നീഷ്യന്മാർ ഇൻസ്റ്റാളേഷൻ ചാർജ് വാങ്ങിയിട്ടില്ലെങ്കിൽ കൂടെ 70-80% ടെക്നീഷ്യന്മാർ ഇൻസ്റ്റാൾ ചെയ്ത ഒരു 300 രൂപ ഒക്കെ വാങ്ങുന്നുണ്ട്. പക്ഷേ അതിനുള്ള പണി ഉണ്ട്. കാരണം ഇത് ചെറിയൊരു പൈസയാണ് കമ്പനി കൊടുക്കുന്നത്. പക്ഷേ അത് ശരിക്കും അത് മുതലാവുന്നില്ല ടെക്നീഷ്യന്മാർക്ക് അന്വേഷിച്ചപ്പോൾ. ഒന്നെങ്കിൽ ടെക്നീഷ്യന്മാർക്ക് ചാർജ് കൂട്ടേണ്ട കാര്യം ശ്രദ്ധിക്കണം. ജിയോ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ആ ഒരു ചെറിയൊരു എമൗണ്ട് എത്രയെന്ന് പറയുന്നില്ല. പല ടെക്നീഷ്യന്മാരും ഒഴിഞ്ഞു പോകുന്നുണ്ട് ഈ ഇൻസ്റ്റാളേഷനിൽ നിന്ന്. കുറച്ച് കൂട്ടുക.